നമുക്കറിയാം, എല്ലാവർക്കും അവിടെ പോകാം, എല്ലാവർക്കും അവിടെ പോയി ആരാധിക്കാം. അർത്തുങ്കൽ ക്രൈസ്തവ ദേവാലയത്തിൽ നിന്ന് പേട്ടതുള്ളി അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിലെത്തും. ജാതി മതത്തിന് അതീതമായി എല്ലാ ഭക്തരോട് ഓടിയെത്തുന്നു. ഓടിയെത്തുന്ന ഭക്തൻ നൽകുന്ന കാണിക്ക പോലും അടിച്ച് അന്നദാനത്തിൽ ഇപ്പൊ കൊടുക്കും. അന്നദാനം കൊടുക്കും, പാവങ്ങൾക്ക് അന്നദാനം കൊടുക്കുന്നതിനകത്ത് കൈയിട്ട് വാരുന്നു. എന്താണ് നടക്കുന്നത്? ദേവസ്വം ബോർഡിന്റെ മാനുവൽ അനുസരിച്ച് ദേവസ്വത്തിലുള്ള സ്വത്തുക്കൾ വെളിയിൽ കൊണ്ടുപോകാൻ പാടില്ല. അവിടെ വെച്ച് തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് ദേവസ്വം മാനുവലിൽ പറയുന്നത്. ഏറ്റുമാനൂരിലെ 7.5 പൊന്നാന അവിടെ ഉള്ളത്. അല്ലെങ്കിൽ ഈ ഇടതു മുന്നണി ഗവൺമെന്റ് കാലത്ത് 7.5 പൊന്നാനെ ആളുകൾ അടിച്ചുകൊണ്ടു പോകുമായിരുന്നു. ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കമ്പവിളക്ക്. നമസ്കാരം. സ്വർണ്ണപ്പാളി വിവാദവുമായിട്ട് അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് സംസ്ഥാന വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം യുവമോർച്ചയുടെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനം നമ്മൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കണ്ടതാണ്. ഇന്നിപ്പോൾ അതേപോലെ തന്നെ കോൺഗ്രസും UDF-ന്റെ നേതൃത്വത്തിൽ ഒരു വിശ്വാസി സംഗമത്തിന്റെ സംരക്ഷണം എന്നുള്ള രീതിയിൽ ഒരു ജാഥ ആരംഭിക്കുകയാണ്. രമേശ് ചെന്നിത്തല ഇന്ന് ഇവിടെ വന്ന ആ ജാഥയ്ക്ക് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു. അദ്ദേഹം ഇന്ന് ഈ വേദിയിലും പറഞ്ഞിരിക്കുന്നത് അയ്യപ്പന്റെ സന്നിധിയിലുള്ള സ്വർണം എങ്ങോട്ടാണ് പോയത്, ആരാണ് കൊണ്ടുപോയത്, ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആൾക്ക് എന്ത് അധികാരമാണ് ശബരിമലയിൽ ഉള്ളത് എന്ന് വ്യക്തമാക്കണമെന്നും വിശ്വാസി സമൂഹത്തിന്റെ വിശ്വാസം തകർക്കുന്ന ഈ പിണറായി സർക്കാരിനെതിരെ മുന്നോട്ട് തന്നെ പോകും എന്നുമാണ് അവർ പ്രതിഷേധിക്കുന്നത്. എന്തായാലും അതിശക്തമായിട്ടുള്ള പ്രതിഷേധം. അതിനോടൊപ്പം തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായിട്ട് ചിലവിട്ടിരിക്കുന്ന 8 കോടി രൂപ അത് എന്തിനാണ് എന്നത് വ്യക്തമാക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്ന് രമേശ് ചെന്നിത്തല വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ജാഥയ്ക്ക് M. വിൻസെന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ നേതൃത്വം നൽകും എന്നാണ് ഇപ്പോൾ ഇവിടെ നിന്ന് വ്യക്തമാകുന്നത്. എത്തിച്ചേരും. അനൗൺസ്മെന്റ് വാഹനങ്ങളൊന്ന് കടത്തുവിടണേ. അനൗൺസ്മെന്റ് വാഹനങ്ങളൊന്ന് കടത്തുവിടണം. നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്ര അല്പസമയം കൂടി കഴിയുമ്പോൾ പ്രിയമുള്ളവരെ തുടക്കം കുറിക്കുകയാണ്. പ്രിയങ്കരനായ അഡ്വക്കേറ്റ് അടൂർ പ്രകാശിന്റെ നേതൃത്വം കൊടുക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്ര പ്രിയമുള്ളവരെ അല്പസമയത്തിനകം ഇവിടെ നിന്ന് സമാരംഭം കുറിക്കുകയാണ്.
വർഷക്കാലമായി കേരളത്തെ ഭരിച്ചുപിടിച്ച പിണറായി സർക്കാരിന്റെ പ്രാകൃത ഭരണത്തിന്റെ ഫലമായി പരിപാലനമായ മണ്ണിൽ നിന്ന് സമാരംഭം കുറിക്കുകയാണ്. സംസാരിക്കുന്നു ഒരു പ്രതിഷേധ സംഘടനകൾ ഗാന്ധി പാർക്കിലേക്ക് ശാന്തമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളത്തെ ഭരിച്ചുപിടിച്ച ഒരു തുറന്ന വാഹനത്തിൽ ആർട്ടിക്കലിന്റെ സ്വീകരണായ തനകനായ പ്രിയപ്പെട്ട അടൂർ പ്രകാശിന്റെ നേതൃത്വം കൊടുക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രയിലാ കടന്നു വരികയാണ്. ഐതിഹാസികമായ വിശ്വാസ സംരക്ഷണ യാത്ര ഈ വാഹനത്തിന് പിന്നാലെ ഇതാ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, അനന്തപുരിയുടെ മണ്ണിൽ പ്രൗഢമാകുന്ന വിശ്വാസ സംരക്ഷണ യാത്ര ഇതാ ഈ വാഹനത്തിന് പിന്നാലെ ഇതുവരെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, അനന്തപുരിയുടെ മണ്ണിൽ നിന്ന് പ്രൗഢമാകുന്ന കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഒരു മറുമരുന്നെന്ന് പറയുന്നത് സ്വർണമാണെന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയല്ലേ. അദ്ദേഹം പത്രക്കാരെ മുഖത്ത് നോക്കി വെട്ടിച്ചിരിച്ചു. ചിരിച്ചിട്ട് എന്തായാലും കമ്പനിയിൽ ഇടലാഭം വാങ്ങിച്ച ഇംഗ്ലണ്ടിൽ MBA പഠിച്ച മകനും എന്റെ കായംകുളം കൊച്ചുണ്ണി അപമാനിച്ചിരിക്കുന്നു. അദ്ദേഹം ഇങ്ങനെ പറയുമോ? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആരെയും എന്റെ മക്കളെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. എല്ലാ അച്ഛനും അഭിമാനിക്കണം. പക്ഷേ സാധാരണ ഉൾച്ചടിയുടെ മൂട്ടിൽ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോ കേരളത്തിലെ ഒരു അമ്പലവും ആരും കട്ടുകൊണ്ടുപോയില്ല എന്ന് നമ്മൾ ഓർക്കണം. കേരളത്തിലെ പോലീസുകാർ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട ആഭ്യന്തരമന്ത്രിയാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. ഒരു ശബരിമല ഭക്തനാണ് ശ്രീ രമേശ് ചെന്നിത്തല. ആടയിടുന്ന BJP-കാരൻ ഞങ്ങൾ ചോദിക്കുന്നു, ഈ ആടയിലൂടെ നിങ്ങൾ എവിടെയാണ്? ശബരിമല അയ്യപ്പ ക്ഷേത്രം കേരളത്തിന്റെ മാത്രം സ്വത്തല്ല. ശബരിമല തീർത്ഥാടന കേന്ദ്രം രാജ്യത്തിന്റെ തീർത്ഥാടന കേന്ദ്രമാണ്. അമ്പരപ്പിക്കുന്ന മോഷണമാണ്. മലബാർ ദേവസ്വത്തിന്റെ കീഴിൽ മുഴുവൻ അടിച്ചു മാറ്റി. ആകെ നമുക്ക് രക്ഷപ്പെടാനുള്ളത് പത്മനാഭസ്വാമി പള്ളി കൊള്ളുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറകൾ. ആര് പുരാവസ്തു വിഭാഗത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് കീഴിലായതുകൊണ്ട് രാജാക്കന്മാരുടെ ദേവതമാരെ വിശ്വാസത്തെ
ഈശ്വരൻ വിശ്വസിക്കുന്നത് ഗാഡ്സ് ഓൺ കൺട്രി. ആ ഗാഡ്സ് ഓൺ കൺട്രി, ദൈവത്തെ കൊള്ളയടിക്കുന്നവരെ നാടായി മാറുന്നുവെങ്കിൽ ഈ യാത്ര ഇന്ന് ശ്രീ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്ത പ്രകാശ് നയിക്കുന്ന ഈ യാത്ര അതിന് അന്ത്യം കുറിക്കുന്ന, അതിന് കുടപിടിക്കുന്നവർക്ക് അവസാനം കൊടുക്കുന്ന ചരിത്രയാത്രയാണ്. കേരളത്തിൽ 2 ജാഥകളിൽ രാവിലെ ആരംഭിച്ചു. കാസർഗോഡ് നിന്ന് ആരംഭിച്ചു ശ്രീ കെ മുരളീധരന്റെ നേതൃത്വത്തിൽ, പാലക്കാട് നിന്ന് ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന്റെ നേതൃത്വത്തിൽ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് 4 വിശ്വാസ സംരക്ഷണ ജാഥകൾ ആരംഭിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഈ ജാഥ പഴവങ്ങാട് ഗണപതി ക്ഷേത്രത്തിൽ ശ്രീ അടൂർ പ്രകാശ് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ തേടി ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഈ ജാഥ കേരളത്തിലെ മുഴുവൻ വിശ്വാസ സമൂഹത്തിനും വേണ്ടിയുള്ള ഒരു ജാഥയാണ്. ഇത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലാത്ത വിശ്വാസികളുടെ വികാരങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന, ജനമനസ്സുകളിൽ ആവേശം വിതറുന്ന ഒരു ജനമുന്നേറ്റ യാത്രയായി ഇത് മാറുന്നു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇങ്ങനെ ഒരു വിശ്വാസ സംരക്ഷണ യാത്ര നടത്താനുള്ള കാരണം എന്താണ്? കഴിഞ്ഞ 9.5 വർഷമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നിരന്തരമായി വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നു, വിശ്വാസ സമൂഹത്തിന് നേരെ വെല്ലുവിളികൾ ഉയർത്തുന്നു, വിശ്വാസികളുടെ താല്പര്യങ്ങളെ ഹനിക്കുന്നു. അതുകൊണ്ടാണ് ഈ വിശ്വാസ സംരക്ഷണ യാത്ര നടത്തേണ്ടി വന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, 1ാം പിണറായി ഗവൺമെന്റ് കാലത്താണ് ശബരിമലയുടെ പരിപാവനത്വം തകർക്കാനുള്ള നീക്കമുണ്ടായത്. സുപ്രീം കോടതിയിൽ ഒരു വിധി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് യുവതികളെ ശബരിമല സന്നിധാനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം നടത്തിയത് ഈ ഗവൺമെന്റും ഈ മുഖ്യമന്ത്രിയുമാണ്. സുപ്രീം കോടതിയിൽ വിധി ഉണ്ടായതിന്റെ കാരണം എന്താണ്? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന സത്യവാങ്മൂലം തിരുത്തിക്കൊടുത്ത് യുവതികളെ ശബരിമലയിൽ കയറ്റാമെന്നുള്ള സത്യവാങ്മൂലം കൊടുത്തത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് വിധി പ്രഖ്യാപിക്കേണ്ടി വന്നത്. ശബരിമല എല്ലാ ജാതി മതത്തിൽപ്പെട്ട ആളുകളും പോകുന്ന തീർത്ഥാടന കേന്ദ്രമാണ്. അവിടെ ജാതിയും മതവുമില്ല. ദേശീയ ഐക്യത്തിന്റെ മകുട ഉദാഹരണമാണ് ശബരിമല ക്ഷേത്രം. നമുക്കറിയാം, എല്ലാവർക്കും അവിടെ പോകാം, എല്ലാവർക്കും അവിടെ പോയി ആരാധിക്കാം. അർത്തുങ്കൽ ക്രൈസ്തവ ദേവാലയത്തിൽ നിന്ന് പേട്ടതുള്ളി അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിലെത്തും. എരുമേലിയിലെ മുസ്ലിം ദേവാലയത്തിൽ നിന്ന് പേട്ടതുള്ളി അയ്യപ്പന്മാർ ശബരിമലയിലെത്തും. വാവരെ കണ്ട് വണങ്ങിയ ശേഷമാണ് അയ്യപ്പനെ കാണുന്നത്. അതാണ് ശബരിമലയുടെ പ്രത്യേകത. ജാതിക്ക് അതീതമായി, മതത്തിന് അതീതമായി, മനുഷ്യ സ്നേഹത്തിന്റെ മകുട ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം. അവിടെ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ എഴുതി വെക്കുന്ന തത്വമസി. ഇതിനേക്കാൾ വലിയൊരു സന്ദേശം എവിടെ നൽകാൻ കഴിയും? ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റാൻ കേരളത്തിലെ ഇടതുമുന്നണി ഗവൺമെന്റ് മുഖ്യമന്ത്രിയെ കാണിച്ച ആ നിർബന്ധ ബുദ്ധി നമ്മൾ ആരും മറന്നിട്ടില്ല. അത് ചെയ്യാൻ പാടുള്ളതാണോ? കലികാല വൈഭവനായ അയ്യപ്പൻ
നിത്യബ്രഹ്മചാരിയായ അയ്യപ്പൻ, ആ അയ്യപ്പന്റെ സന്നിധിയിലേക്ക് നൂറുകണക്കിന് പോലീസുകാരെ നിർത്തിക്കൊണ്ട് 2 സ്ത്രീകളെ കയറ്റിയാൻ നേതൃത്വം കൊടുത്തത് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലേ? കേരളത്തിലെ ജനങ്ങൾ, ഭക്തജനങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയ സംഭവമായി അത് ചരിത്രം രേഖപ്പെടുത്തുന്ന ഒന്നല്ലേ? ആയിരക്കണക്കിന് ആളുകളാണ് അന്ന് ആ സമരത്തിൽ പങ്കെടുത്തത്. രാഷ്ട്രീയമില്ലാതെ തന്നെ ജനങ്ങൾ ഒന്നിച്ചണിതരുന്ന ഒരു സമരമാണ് കേരളത്തിന്റെ മണ്ണിൽ നമ്മൾ കണ്ടത്. അന്ന് സ്ത്രീകളെ കയറ്റാൻ വേണ്ടി മുൻകൈയെടുത്ത ഗവൺമെന്റ് അല്ലേ വനിതാ മതിൽ ഇവിടെ തീർത്തത്? വനിതാ മതിൽ തീർക്കുകയും നവോത്ഥാന സമിതി ഉണ്ടാക്കുകയും വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുകയും ചെയ്ത സംഭവം കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല. പിന്നീട് അവർ മാപ്പ് ചോദിക്കുകയും വീട് വീടാന്തരം കയറി ഇറങ്ങി ക്ഷമ ചോദിക്കുകയും ചെയ്തുകൊണ്ട് മറ്റൊരു കാര്യം. ഇപ്പോഴെന്താണ് ഉണ്ടായിരിക്കുന്നത്? നമ്മളൊരു ക്ഷേത്രത്തിൽ പോയാൽ ആ ക്ഷേത്രത്തിലേക്ക് നമ്മൾ നൽകുന്ന കാണിക്ക എന്ന് പറയുന്ന ഭക്തന്റെ ഹൃദയത്തിലുള്ള ഭഗവാനുള്ള അർച്ചനയാണ്. കോടിക്കണക്കിന് രൂപയാണ് അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിൽ നേർച്ചയായി നൽകുന്നത്. 41 ദിവസം വ്രതമെടുത്ത് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ കെട്ടും കെട്ടി ശബരിമലയിലെത്തുന്ന ഒരയ്യപ്പ ഭക്തൻ തന്റെ കയ്യിലുള്ള വസ്തുക്കൾ അവിടെ ഭണ്ഡാരത്തിലേക്കിടും, കാണിക്കയായിടും. ആ കാണിക്കയായിടുന്ന പണം പോലും അടിച്ചു മാറ്റാൻ മടിയില്ലാത്തൊരു കൂട്ടരാണെന്ന് ദേവസ്വം ബോർഡുകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 3 ദേവസ്വം മന്ത്രിമാരുണ്ടായിരുന്നു, 3 ദേവസ്വം ബോർഡുകൾ ഉണ്ടായിരുന്നു. ഈ ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനത്തെ പറ്റി അന്വേഷിക്കണമെന്നുള്ളതാണ് ഏറ്റവും പുതുതായി വന്നിരിക്കുന്ന കാര്യം. ദേവസ്വം ബോർഡിനെ കൂടി പ്രതിയാക്കിയിരിക്കുന്നു. അവിടുത്തെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ഒന്നൊന്നായി അടിച്ചു മാറ്റിയത് ആരാണെന്നാണ് അറിയേണ്ടത്. പ്രശസ്ത വ്യവസായിയായ വിജയ മല്യ ആ ക്ഷേത്രത്തിൽ സ്വർണം കൊണ്ട് പൊതിയുകയുണ്ടായി. ഒരു ഭക്തരെന്ന നിലയിൽ അദ്ദേഹമാണ് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വർണം കൊണ്ട് ആ ശബരിമല ക്ഷേത്രം പരിപൂർണമായി സ്വർണം പൊതിഞ്ഞത്. സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പം എവിടെ പോയി? ആ കഥകൾ എവിടെ പോയി? കട്ടിളപ്പടികൾ എവിടെ പോയി? ആര് കൊണ്ടുപോയി? ദേവസ്വം ബോർഡിന്റെ മാനുവൽ അനുസരിച്ച് ദേവസ്വത്തിലുള്ള സ്വത്തുക്കൾ വെളിയിൽ കൊണ്ടുപോകാൻ പാടില്ല. അവിടെ വെച്ച് തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് ദേവസ്വം മാനുവലിൽ പറയുന്നത്. ദേവസ്വം മാനുവൽ ലംഘിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ചെന്നൈയിൽ എത്തിച്ചത് ആരാണ്? കൊണ്ടുപോയ സ്വർണം അതുപോലെ തിരിച്ചു കൊണ്ടുവന്നോ? അവിടേക്ക് കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങളാണോ തിരികെ കൊണ്ടുവന്നത്? കൊണ്ടുപോയ ദ്വാരപാലക ശില്പം സ്വർണത്തിൽ പൊതിഞ്ഞതാണെങ്കിൽ അവിടെ ചെന്നപ്പോൾ ചെമ്പുപാളിയായി എങ്ങനെ മാറി? തിരികെ കൊണ്ടുവന്നതിൽ സ്വർണത്തിൽ കുറവ് ആര് കണ്ടെത്തി? ഇതെല്ലാം ദേവസ്വം ബോർഡുകൾ മറുപടി പറയേണ്ടതല്ലേ? ദേവസ്വം മന്ത്രിമാർ മറുപടി പറയേണ്ടതല്ലേ? ശബരിമലയിൽ കോടാനുകോടി രൂപ വിലമതിക്കുന്ന ഈ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റിയത് ആരാണ്? ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ ഇതെല്ലാം അടിച്ചു മാറ്റാൻ കഴിയുമോ? ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ ഈ സ്വത്തുക്കളൊന്നും അവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. പോറ്റി 1-ാം പ്രതിയാണെന്ന്. പോറ്റി കർണാടകത്തിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയി പ്രദർശിപ്പിച്ചു. പലയിടത്തും ആളുകളെ ക്ഷണിച്ചു വരുത്തി പൂജയിൽ പങ്കാളികളാക്കി.
പ്രശസ്ത സിനിമാ താരം പത്മശ്രീ ജയറാം നല്ല മനുഷ്യനാണ്, അയ്യപ്പ ഭക്തനാണ്, അതുകൊണ്ട് അവിടെ പോയി. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. ധാരാളം ഭക്തജനങ്ങൾ പോയി, ലക്ഷങ്ങൾ അതിൽ നിന്ന് വസൂലാക്കിയെന്നാണ് പറയപ്പെടുന്നത്. തിരിച്ചു കൊണ്ടുവന്ന ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പായിരുന്നു എന്നാണ് പിന്നീട് അറിയാൻ കഴിയുന്നത്. എത്ര കിലോ സ്വർണമാണ് അതിൽ നിന്ന് അടിച്ചു മാറ്റിയത്? ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ ഇത് അടിച്ചു മാറ്റാൻ കഴിയുമോ? അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ അറിയുന്നത് ചെമ്പ് അവിടുത്തെ കതവ് കാണാനില്ല, സ്വർണത്തിൽ പൊതിഞ്ഞ കതവ് കാണാനില്ല, സ്വർണത്തിൽ പൊതിഞ്ഞ കട്ടിള കാണാനില്ല. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കൊണ്ടുപോയത് ആരാണ്? പിന്നീട് അറിയുന്നു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ മകനാണ് യോഗദണ്ഡ്. അതോടൊപ്പം തന്നെ സ്വർണത്തിൽ പൊതിഞ്ഞ രുദ്രാക്ഷമാല പഴക്കം ചെന്നതായതുകൊണ്ട് അതിൽ അറ്റകുറ്റപ്പണി, ഇയാൾക്ക് അറ്റകുറ്റപ്പണി നടത്താൻ കൊടുക്കാൻ ആര് പറഞ്ഞു? ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മക്കളാണോ യോഗദണ്ഡ് അറ്റകുറ്റപ്പണി നടത്തേണ്ടത്? ചെയർമാൻ തന്നെ പറഞ്ഞു പുറത്തു കൊടുക്കരുതെന്ന് പറഞ്ഞു. എന്തിനാണ്? സ്വന്തം മകനെ കൊണ്ട് ജയിച്ചതിന്റെ പിന്നിലുള്ള കാര്യം എന്താണ്? ഈ അടുത്ത സമയത്താണ് ഏറ്റവും വലിയ സമരമുണ്ടായത്. കോട്ടയത്തെ ഏറ്റുമാനൂർ എന്ന പ്രശസ്തമായ മഹാദേവർ ക്ഷേത്രത്തിൽ 7.5 പൊന്നാനയുണ്ട്. 7.5 പൊന്നാനപ്പുറത്താണ് ദേവൻ എഴുന്നള്ളിച്ചു വരുന്നത്. ആ 7.5 പൊന്നാന ഇതുപോലെ അടിച്ചു കൊണ്ടുപോകാൻ നോക്കി. അന്ന് ജനങ്ങൾ സംഘടിച്ചു, ഭക്തജനങ്ങൾ സംഘടിച്ചു. ഒരടി മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് ഏറ്റുമാനൂരിലെ ഭക്തജനങ്ങൾ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഏറ്റുമാനൂരിലെ 7.5 പൊന്നാന അവിടെ ഉള്ളത്. അല്ലെങ്കിൽ ഈ ഇടതു മുന്നണി ഗവൺമെന്റ് കാലത്ത് 7.5 പൊന്നാനെ ആളുകൾ അടിച്ചു കൊണ്ടുപോകുമായിരുന്നു. ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കമ്പവിളക്ക്, ആ കമ്പവിളക്ക് അടിച്ചു കൊണ്ടുപോയി. ഭക്തജനങ്ങളുടെ സമരമുണ്ടായിട്ടും രാത്രിക്ക് രാത്രി ദേവസ്വം ബോർഡിന്റെ ആളുകൾ അത് അടിച്ചു കൊണ്ടുപോയി. പ്രക്ഷോഭം ഉണ്ടായപ്പോൾ അതുപോലെ വേറൊരു വിളക്ക് കൊണ്ടുവന്നു. ഇതെല്ലാം നടന്ന സംഭവമാണ്. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് അന്ന് കടകംപള്ളി സുരേന്ദ്രനായിരുന്നു ദേവസ്വം ബോർഡ് മന്ത്രി. ആ ദേവസ്വം ബോർഡ് മന്ത്രി അന്നത്തെ ബോർഡ് ചെയർമാൻ ശ്രീ എൻ വാസു ഒരു ഉത്തരവിറക്കി. കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡുകളുടെ അമ്പലങ്ങളിൽ ഉള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിളക്കുകൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചെമ്പ്, വാർപ്പ്, ഇതെല്ലാം ലേലം വിളിക്കണം. ഞാൻ അന്ന് അദ്ദേഹത്തെ വിളിച്ചു. നിങ്ങൾ എന്തിനാണ്? അദ്ദേഹം പറയും അമ്പലത്തിൽ സ്ഥലമില്ല, ഇതെല്ലാം വിറ്റില്ലെങ്കിൽ നീ എവിടെ വെക്കും? ഞാൻ ചോദിച്ചു, മിസ്റ്റർ വാസു, ഇത്രയും കാലം ഈ അമ്പലങ്ങൾ ഇതൊക്കെ ഇല്ലല്ലോ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഈ ചെമ്പാണെങ്കിലും ഉരുളിയാണെങ്കിലും വാർപ്പാണെങ്കിലും വിളക്കുകളാണെങ്കിലും ഇതെല്ലാം ആന്റിക്സ് ആണ്. ഇത് വിറ്റാൽ കോടാനും കോടി രൂപ കിട്ടും. ഞാൻ ശക്തമായി എന്ന് നിയമസഭയ്ക്കകത്ത് ഉന്നയിക്കുകയും ദേവസ്വം പ്രസിഡന്റ് കത്തെഴുതുകയും ചെയ്തതിന്റെ പേരിൽ മാത്രമാണ് ഈ സ്വത്തുക്കൾ അന്ന് ലേലം വിളിക്കാതെ അവിടെ സൂക്ഷിക്കാൻ കഴിഞ്ഞത്. ഞാൻ എന്നും അത് ഓർക്കുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ശബരിമലയിൽ പോകുന്ന കോടാനുകോടി ഭക്തജനങ്ങളുടെ ഹൃദയത്തിലാണ് ഈ മുറിവേൽപ്പിച്ചിരിക്കുന്നത്. ദ്വാരപാലക ശില്പം അടിച്ചുകൊണ്ട് പോകുന്നു, കഥ അടിച്ചുകൊണ്ട് പോകുന്നു, അവിടുത്തെ കട്ടിളപ്പടികൾ അടിച്ചുകൊണ്ട് പോകുന്നു. മാത്രമല്ല, ഇനി എന്തെല്ലാം അവർ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റിസ് ശങ്കരന്റെ കണക്കെടുപ്പ് പൂർത്തിയായാൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. ഇത് കുറച്ചു നാൾ കൂടി ഇതാരും അറിയാതെ പോയിരുന്നെങ്കിൽ കലിയുഗവരനായ അയ്യപ്പന്റെ വിഗ്രഹം തന്നെ യവന്മാർ അടിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഒരു സംശയവും വേണ്ട. ആ തങ്ക വിഗ്രഹം അടിച്ചുകൊണ്ട് പോകാതിരുന്നതിന്റെ കാരണം അയ്യപ്പന്റെ ശക്തിയാണ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മൾ ആലോചിക്കണം, ഓരോ ഭക്തനും
എത്ര വികാര വായ്പോടെയാണ് അവിടെ എത്തുന്നത്. ജാതി മതത്തിന് അതീതമായി എല്ലാ ഭക്തരും അവിടെ ഓടിയെത്തുന്നു. ഓടിയെത്തുന്ന ഭക്തൻ നൽകുന്ന കാണിക്ക പോലും അടിച്ച് അന്നദാനത്തിൽ ഇപ്പൊ കുഴപ്പം. അന്നദാനം കൊടുക്കും, പാവങ്ങൾക്ക് അന്നദാനം കൊടുക്കുന്നതിനകത്ത് കൈയിട്ട് വാരുന്നു. എന്താണ് നടക്കുന്നത്? ഇതാണ് ഞാൻ പറഞ്ഞത്, ദൈവവിശ്വാസമില്ലാത്ത, ഈശ്വര വിശ്വാസമില്ലാത്ത ആളുകൾ ദേവസ്വം ബോർഡ് ഭരിച്ചാൽ ഉണ്ടാകുന്ന ദുരന്തമാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് നമ്മുടെ പോരാട്ടം. അതാണ് ഇതിനകത്ത് രാഷ്ട്രീയമില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഓരോ അമ്പലങ്ങളും, കരിന്തിരി എരിയുന്ന ഓരോ അമ്പലങ്ങളും നിവേദ്യം വെക്കുന്നത് ശബരിമലയിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് മാത്രമാണ്. ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങൾക്ക് നിത്യനിദാന ചെലവുകൾ നടക്കുന്നത് ശബരിമലയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ്. ദേവസ്വം മന്ത്രിയായ ശ്രീ ശിവകുമാർ ഇവിടെ ഉണ്ട്. UDF ഗവൺമെന്റ് കാലത്ത് ശബരിമലയ്ക്ക് കൊടുക്കാനുള്ള ഗ്രാന്റ് നമ്മൾ കൃത്യമായി കൊടുത്തിരുന്നു. നമ്മൾ ഒരു മുടക്കവും അതിൽ വരുത്തിയിരുന്നില്ല. ശബരിമലയിലെ എല്ലാ തീർത്ഥാടന കാലത്ത് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിരുന്നു. കേന്ദ്ര UPA ഗവൺമെന്റ് കാലത്താണ് നമുക്ക് ആവശ്യമായ വനഭൂമി വിട്ടു തന്നത്. കുടിവെള്ളത്തിന് വേണ്ടി സന്നിധാനത്ത് വനഭൂമി നമുക്ക് നൽകിയ UPA ഗവൺമെന്റ് കാലത്താണ്. എന്തുകൊണ്ടാണ് ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ 10 വർഷമായി നടപ്പാക്കാത്തത്? എന്നിട്ടിപ്പം ആഗോള സംഗമം നടത്തുകയാണെന്ന് പറഞ്ഞു. ആഗോള സംഗമം 8 കോടി രൂപ ചെലവാക്കിയെന്നാ പറയുന്നത്. ദേവസ്വം ബോർഡ് ആ പണം കൊടുത്തിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ദേവസ്വം ബോർഡിന്റെ പണം എന്ന് പറയുന്നത് ആരുടെ പണമാണ്? ഭക്തന്റെ കാണിക്കയാണ് ഈ പണം. ഭക്തൻ ഭക്തിയാദരപൂർവ്വം ഭണ്ഡാരത്തിലേക്ക് ഇടുന്നതാണ് ഈ പണം എന്ന് പറയുന്നത്. 8 കോടി രൂപ മുടക്കി എന്ത് മഹാസംഗമമാണ്, അയ്യപ്പ സംഗമമാണ് അവർ നടത്തിയത്? മുഖ്യമന്ത്രി പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സഹാക്കന്മാരുടെ സ്ഥലം വിട്ടു. 51 രാജ്യങ്ങളിൽ നിന്ന് ആ പ്രതിനിധികൾ വരുമെന്ന് പറഞ്ഞു. 5 രാജ്യങ്ങളിൽ പോലും പ്രതിനിധികൾ വന്നില്ല. അന്യ സംസ്ഥാനത്ത് നിന്ന് പ്രതിനിധികൾ വരുമെന്ന് പറഞ്ഞു. അവസാനം 1-ാം തീയതി ആയതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും വന്ന അയ്യപ്പ ഭക്തന്മാരെ പോലീസ് പിടിച്ച് ആ സ്റ്റേജിൽ ആ സദസ്സിൽ കൊണ്ട് ഇരുത്തുകയാണ് ചെയ്തത്. ആ പാവങ്ങൾ പേടിച്ചു പോയി. എന്താണ് ഈ പോലീസ് വന്ന് പിടിക്കുന്നത്? പോലീസ് പിടിക്കുകയാണ് അയ്യപ്പന്മാരെ. തമിഴ്നാട്ടിൽ വന്ന ആളുകൾ എന്നോട് പറഞ്ഞു, സാർ അവിടെ വന്നിട്ട് നമ്മളെ പോലീസ് പിടിച്ചു. എന്താ കാര്യം? സദസ്സിൽ ആളില്ലാത്തതുകൊണ്ട് പോലീസ് ഈ അയ്യപ്പന്മാരെ പിടിച്ച് അവിടെ കൊണ്ടിരുത്തുകയാണ്. ഒരു ഗുണമുണ്ടായി, ഉച്ചയ്ക്ക് നല്ല ശാപ്പാട് കിട്ടി. മാത്രമല്ല ബാക്കി വന്ന ശാപ്പാട് മുഴുവൻ വെട്ടി മൂടി. എത്ര പേരുണ്ടായിരുന്നു? പ്രിയപ്പെട്ടവരെ, 8 കോടി രൂപയാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചത്. കുമരകത്ത് 5 സ്റ്റാർ ഹോട്ടലുകൾ, താജ് ഹോട്ടൽ ഉൾപ്പെടെയുള്ള ഹോട്ടലുകൾ റൂമെടുത്തു. ആരവിടെ താമസിച്ചു? ഇതൊക്കെ മറുപടി പറയേണ്ട കാര്യമാണ്. ഞാൻ ഇന്നത് ആവശ്യപ്പെട്ടപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു, ഞങ്ങൾ കോടതിയിൽ ബോധ്യപ്പെടുത്തിക്കൊള്ളാമെന്ന്. അതാണോ മറുപടി? 8 കോടി രൂപ മുടക്കി ഒരു ദിവസത്തെ ആഗോള അയ്യപ്പ സംഗമം നടത്തേണ്ട എന്ത് കാര്യം? നടത്തിയാൽ തന്നെ 8 കോടി രൂപ എങ്ങനെ ചെലവാകുന്നു? ഒരു ദിവസത്തെ ഒരു സമ്മേളനത്തിന് 8 കോടി രൂപ എങ്ങനെ ചെലവായി? ഇതെല്ലാം മറുപടി പറയേണ്ട കാര്യങ്ങളാണ്. ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ ഒരു ADGPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണ്. നമ്മൾ ആ അന്വേഷണത്തിന് എതിരൊന്നുമല്ല. നമ്മൾ ആവശ്യപ്പെട്ടത് CBIയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം ഉണ്ടാകണം, കോടതി നിയന്ത്രണത്തിലുള്ള അന്വേഷണം ഉണ്ടാകണം നമ്മൾ ആവശ്യപ്പെട്ടു. പക്ഷെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സുമോട്ടോ അന്വേഷിക്കാൻ തീരുമാനിച്ചു. SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സാധാരണഗതി ഗവൺമെന്റിനോട് പറയുകയാണ്, അത് ചെയ്യാതെ കോടതി തന്നെ ADGPയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഞങ്ങൾക്ക് എതിർപ്പില്ല, നടക്കട്ടെ അന്വേഷണം. പക്ഷേ ദേവസ്വം മന്ത്രി കൂടി രാജിവെക്കണം. കാരണം ദേവസ്വം മന്ത്രി അവിടെ ഉണ്ടായാൽ, തൽസ്ഥാനത്ത് തുടർന്നാൽ ADGP എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഭാഗമാണ്. മുഖ്യമന്ത്രിയാണ് ആഭ്യന്തരമന്ത്രി. ആ മന്ത്രിയുടെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അത് വെങ്കടേശ നല്ലവനാണ്. എനിക്കറിയാം.
ADGP വെങ്കടേഷ് നേരത്തെ കമ്മീഷണറായിരുന്നു ഇവിടെ, നല്ല മനുഷ്യനാണ്. പക്ഷേ ആ അന്വേഷണത്തിന്റെ കീഴിൽ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചാൽ സ്വാഭാവികമായി അവരുടെ പുറത്ത് സമ്മർദ്ദം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് മന്ത്രി മാറി നിൽക്കണം, ദേവസ്വം മന്ത്രി രാജിവെക്കണം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഉണ്ടായ 3 മന്ത്രിമാർ, കടകംപള്ളി സുരേന്ദ്രൻ, രാധാകൃഷ്ണൻ, വാസവൻ, ഈ 3 മന്ത്രിമാരും ഇതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. ഈ കൊള്ളകൾക്ക് മുഴുവൻ മറുപടി പറഞ്ഞേ മതിയാകൂ. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, ശബരിമലയിലെ അയ്യപ്പ സ്വാമി നിങ്ങളെ കൊണ്ട് മറുപടി പറയിക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. കാരണം അയ്യപ്പനെ അവരോട് കളിച്ചിട്ടുള്ളവരാരും രക്ഷപ്പെട്ടിട്ടില്ല. അവിടുത്തെ പണം അടിച്ചവരാരും രക്ഷപ്പെട്ടിട്ടില്ല. ചരിത്രം അറിയാവുന്നവരുടെ ഉണ്ട്, അവർക്കറിയാം. അതുകൊണ്ട് ആചാര ലംഘനത്തിന് നേതൃത്വം കൊടുത്തവർ, വിശ്വാസ സംരക്ഷണത്തെ എതിർത്തവർ, ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ പണം ദക്ഷിണയായി കൊടുക്കുന്ന പണം അടിച്ചു മാറ്റിയവർ, അമ്പലം വിഴുങ്ങികൾ, അവരെ ജനമധ്യത്തിൽ തുറന്നു കാട്ടാനാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി യാത്ര ആരംഭിക്കുന്നത്. പ്രിയങ്കരനായ ശ്രീ അടൂർ പ്രകാശ് ആറ്റിങ്ങൽ ഒരു ബാലികേറാമലയാണെന്ന് എല്ലാവരും കരുതിയപ്പോഴാണ് അടൂരിൽ നിന്നുള്ള കോന്നിയിൽ നിന്നുള്ള MLA ആയ ശ്രീ അടൂർ പ്രകാശിനെ നമ്മൾ ആറ്റിങ്ങൽ മത്സരിപ്പിച്ചത്. പല ആളുകളും എന്നോട് ചോദിച്ചത് വേണമോ എന്ന്. ആ വേണമെന്ന് നിർബന്ധം പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ടുവന്നത് ആറ്റിങ്ങൽ എന്ന ബാലികേറാമല തിരിച്ചു പിടിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. കഴിഞ്ഞ 2 തവണയും പ്രകാശ് ആ ദൗത്യം നിറവേറ്റുകയുണ്ടായി. കേരളത്തിന്റെ റവന്യൂ മന്ത്രിയായി, ആരോഗ്യമന്ത്രിയായി, കേരളത്തിലെ സാധാരണക്കാരന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അദ്ദേഹം ഇന്ന് ഈ ജാഥയ്ക്ക് നേതൃത്വം അത് UDF കൺവീനർ കൂടിയാണ്. UDFിലെ കൺവീനറായ ശ്രീ അടൂർ പ്രകാശ് ഈ ജാഥ നയിക്കുന്നു. ഈ ജാഥയുടെ വൈസ് ചെയർമാൻ തിരുവനന്തപുരം ജില്ലയിലെ ജനങ്ങളുമായി ഏറ്റവും ബന്ധമുള്ള MLA എന്ന പേര് കേട്ട പ്രിയപ്പെട്ട ശ്രീ M. വിൻസെന്റാണ്. ഇതിന്റെ കോർഡിനേറ്റർ KPCC ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ എന്റെ കൊച്ചനുജൻ ശ്രീ പഴകുളം മധുവാണ്. ഇവരുടെ ജാഥയ്ക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഈ നാട്ടിലെ വിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ, പാവപ്പെട്ട വിശ്വാസികളെ വഞ്ചിച്ച ഈ പിണറായി വിജയ സർക്കാരിന് മറുപടി ചോദിക്കാൻ, ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ജനകീയ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ആരംഭിക്കുന്ന ഈ യാത്രയ്ക്ക് സർവമംഗളങ്ങളും ഞാൻ നേരുന്നു. കലിയുഗ വരദനായ നൈതിക ബ്രഹ്മചാരിയായ അയ്യപ്പന്റെ അനുഗ്രഹം ഈ ജാഥയ്ക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പഴവങ്ങാടി ഗണപതിയുടെ അനുഗ്രഹം തേടി, അനുഗ്രഹത്തോടെ ഇവിടെ വന്ന് ചരിത്രം ഉറങ്ങുന്ന ഗാന്ധി പാർക്കിൽ നിന്ന് ആരംഭിക്കുന്ന ഈ യാത്ര നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. അങ്ങോട്ട്